നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പവിത്രതയെ ഗുരുവായൂർ ക്ഷേത്രത്തെ വലിയ രീതിയിൽ ഒരു സുരക്ഷാ ഭീഷണിയിൽ നിർത്താനായിട്ട് പലതരത്തിലുള്ള ജിഹാദികൾ അവിടെ ശ്രമിക്കുന്നുണ്ട്. അതായത് ക്ഷേത്രത്തിന്റെ പവിത്രതയും അതോടൊപ്പം തന്നെ അവിടെ ദർശനത്തിനെത്തുന്ന ആയിരക്കണക്കിന് ഹിന്ദുക്കൾക്കും അതോടൊപ്പം തന്നെ ഹൈന്ദവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള ശ്രമങ്ങൾ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് തന്നെ നടന്നു വരുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു ഭാഗമാണ് ജസ്ന സലീം എന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ അവിടെ വന്ന് ക്ഷേത്രത്തിന്റെ നടപ്പന്തലിലെത്തി കേക്ക് മുറിച്ച് അവിടെ പാട്ടും ഡാൻസും ഒക്കെ നടത്തി ഹിന്ദുക്കൾക്ക് അവിടെ ദർശനത്തിന് എത്തുന്ന ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു വലിയ രീതിയിൽ ഒരു പ്രശ്നം അവിടെ സൃഷ്ടിച്ചത്. അങ്ങനെ ഹൈക്കോടതിയൊക്കെ ഇടപെട്ട് ഇനി അവിടെ വന്ന് ബ്ലോഗേഴ്സ് വന്ന് ആരെങ്കിലും വീഡിയോ എടുത്താലോ അവിടെ ഒരു ആഘോഷം നടന്നാലോ അതിൽ കർശനമായ നടപടി എടുക്കണമെന്ന് ഹൈക്കോടതി ഗുരുവായൂർ പോലീസിനും ദേവസ്വം ബോർഡിനും നിർദ്ദേശം നൽകി. അതെല്ലാം മറികടന്നുകൊണ്ടാണ് ജസ്ന സലീം കുറച്ചു മാസം കഴിഞ്ഞപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര കുളത്തിൽ വന്ന് കാലെല്ലാം കഴുകുന്ന റീലും എടുത്ത് ഇട്ടത്. അത് കോടതിയെയും നിയമ സംവിധാനത്തെയും വെല്ലുവിളിക്കുന്ന രീതിയായിരുന്നു. അങ്ങനെ അവിടെ ഒരു ഒരു പുണ്യകലശം നടത്തണം, അതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രനട അടച്ചു. അങ്ങനെ ഭക്തജനങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായി. ഇപ്പോൾ നമുക്കറിയാം, കുറച്ച് മാസങ്ങൾക്ക് മുന്നെയായിരുന്നു ഹിന്ദുക്കൾ പവിത്രതയോടുകൂടി കാണുന്ന, അതീവ പ്രാധാന്യത്തോടുകൂടി കാണുന്ന തുളസി ചെടിയിൽ ഒരു മുസ്ലിം യുവാവ് കരുതിക്കൂട്ടി തന്നെ സ്വകാര്യ ഭാഗത്ത് നിന്നും ഒരു മുടി പറിച്ച് ആ തുളസി ചെടിയിലിട്ടത്. അത് വലിയ രീതിയിലൊരു ഹിന്ദു മുസ്ലിമും തമ്മിൽ ഒരു സംഘർഷം സൃഷ്ടിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്ത് ആ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടും വലിയ രീതിയിൽ ഒരു സുരക്ഷാ ഭീഷണി സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഹിന്ദുക്കളെല്ലാം തന്നെ അത് കാര്യം മനസ്സിലായി. അവർ കൃത്യമായ രീതിയിൽ നിയമ നടപടികളുമായി പോയി. പക്ഷെ പോലീസ് ഭാഗത്ത് നിന്നും, അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്നും ആ യുവാവിനെ അല്ലെങ്കിൽ ആ പ്രതിയെ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. അത് പ്രതിക്ക് മാനസിക നിലയാണ്, അല്ലെങ്കിൽ പ്രതിക്ക് ചെറിയ വട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിയമങ്ങളിൽ നിന്നും നിയമ സംവിധാനങ്ങളിൽ നിന്നും ആ പ്രതിയെ രക്ഷിക്കാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വാഭാവികമാണ്, ഹൈന്ദവർക്ക് നേരെ എന്തൊരു ആക്രമണം നടന്നാലും പ്രതി ഇപ്പൊ മുസ്ലിം ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരായിക്കോട്ടെ, പ്രതിക്ക് ചില മാനസിക വിഭ്രാന്തിയുണ്ട്, പ്രതിയുടെ മാനസിക നില ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസുകളിൽ നിന്നും ഊരിപ്പോകാൻ വേണ്ടിയുള്ള ഒരു സഹായം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. നിലവിൽ വീണ്ടും ഗുരുവായൂർ ക്ഷേത്രത്തിൽ മൊത്തത്തിൽ ഒരു സുരക്ഷാ ഭീഷണി തന്നെ ഉണ്ടായിരിക്കുകയാണ്. അതായത് ക്ഷേത്രത്തിന്റെ പരിസരം മൊത്തത്തിൽ മലിനമാക്കാനുള്ള ഒരു ശ്രമം നടന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം മലമൂത്ര വിസർജനം നടത്തി ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ആ പവിത്രതയെ ഒരു നശിപ്പിക്കുന്ന രീതിയിലേക്ക് കരുതിക്കൂട്ടി ഒരു ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നമുക്കറിയാം, ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുകളിൽ ഈ രാത്രികാലങ്ങളിലൊക്കെ റോഡിലും അതോടൊപ്പം തന്നെ ഫുട്പാത്തിലും കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട്. ഇവർ തന്നെ വലിയ രീതിയിൽ ഭക്തജനങ്ങൾക്ക് അവിടെ ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലും രാത്രി കാലങ്ങളിൽ ഇവർ ആക്രമണങ്ങൾ, അത് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ആക്രമണങ്ങൾ നടത്തുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. നിലവിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ വലിയോഴ കച്ചവടക്കാരന് ക്രൂര മർദ്ദനമാണ് ഏറ്റിരിക്കുന്നത്. ചാവക്കാട് സ്വദേശി രാജേന്ദ്രനാണ് കടുത്ത മർദ്ദനമേറ്റത്. പരാതി കൊടുത്തിട്ടും നടപടിയെടുക്കാൻ പോലീസ് വൈകിയെന്നത് വലിയ രീതിയിൽ പ്രതിഷേധത്തിനിടയാക്കി. ഡിസംബർ 12 പുലർച്ചെ 3 മണിയോടെയാണ് ഇരുമ്പ് പൈപ്പുമായി എത്തിയ ആക്രമി വഴിയോര കച്ചവടക്കാരനെ മർദ്ദിച്ചത്. അടിയേറ്റ് ചാവക്കാട് സ്വദേശി രാജേന്ദ്രന്റെ ഇടത് കൈയുടെ എല്ല് പൊട്ടുകയും ചെയ്തു. അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ വർഷങ്ങളായി മുല്ലപ്പൂവും അതോടൊപ്പം തന്നെ പൂജാ സാധനങ്ങളും വിൽപ്പന നടത്തുന്ന കച്ചവടക്കാരനാണ് രാജേന്ദ്രൻ. ക്ഷേത്ര നടപ്പാതകളിൽ കഴിയുന്നവർ അവിടെ തന്നെ മലമൂത്ര വിസർജനം നടത്തുന്നത് രാജേന്ദ്രൻ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്തത് ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ആക്രമി വിസർജ്യ വസ്തുക്കളാൽ കട മലിനമാക്കി എന്നതാണ് യാഥാർത്ഥ്യം. കുറെ കാലമായി ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് തമ്പടിക്കുകയും ചെയ്ത വ്യക്തിയാണ് ചന്ദ്രൻ. രാജേന്ദ്രൻ ഗുരുവായൂർ വടക്കേ നടയിലെ മാഞ്ചിറ ജംഗ്ഷനിൽ കച്ചവടം നടത്തുന്ന, അതായത് പൂക്കച്ചവടം നടത്തുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് മലമൂത്ര വിസർജനമെല്ലാം അവിടെ നടത്തി അത് കവറിൽ കൊണ്ടുവന്ന് പൂ കച്ചവടം നടത്തുന്ന കടകളിലും അതോടൊപ്പം തന്നെ അതിന്റെ പരിസരത്തിലും എല്ലാം തന്നെ വാരി ഇടുകയും ചെയ്തു. അങ്ങനെ പൂക്കട തള്ളി തകർത്ത് 10,000 രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പൂക്കട നടത്തുന്ന വ്യക്തി പോലീസിന് പരാതി നൽകിയെങ്കിലും, അതായത് രാജേന്ദ്രൻ പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് ഒരു മെല്ലെ പോക്കാണ് സ്വാഭാവികമായി ഈ പരാതിയിൽ കാണിച്ചത്. ഇതേ തുടർന്ന് വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് രാജേന്ദ്രൻ പറയുന്നത്. ആക്രമി മർദ്ദിക്കുന്നതിന്റെയും കട തല്ലി തകർക്കുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ, അതായത് തെളിവ് സഹിതം പോലീസിൽ പരാതി നൽകിയെങ്കിലും യാതൊരുവിധ അന്വേഷണവും ഉണ്ടായില്ല. വലിയ രീതിയിൽ ഹൈന്ദവരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉണ്ടായതോടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയാണ് അന്വേഷണം നടത്താൻ ഒരു പ്രധാന വെല്ലുവിളിയായി നിൽക്കുന്നതെന്നാണ് പോലീസ് പറഞ്ഞത്. ഇതിനെതിരെ രാജേന്ദ്രൻ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടതിന്റെ വിരോധത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുകയും ഇതേ തുടർന്ന് ഹൈന്ദവർ അടക്കം ഒന്നടക്കം സംഘടിപ്പിച്ച് പ്രതിഷേധമടക്കം രേഖപ്പെടുത്തിയതോടുകൂടിയാണ്
പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണത്തിന് ഒരു നീക്കമുണ്ടാകുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തു. കൂടാതെ അവിടെ തന്നെ ഹൈന്ദവരടക്കമുള്ളവർ പറയുന്നത് തന്നെയാണ് രാത്രി കാലങ്ങളിലായി കഴിഞ്ഞാൽ ഒരു രാത്രി ഒരു 11-12 മണിയായി കഴിഞ്ഞാൽ ഇവർ വലിയ രീതിയിൽ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടും ഈ റോഡ് അരികിൽ കിടക്കുന്നവരെല്ലാം തന്നെ പോകുന്ന യാത്രക്കാരെ ആക്രമിക്കുക അല്ലെങ്കിൽ യാത്രക്കാർക്ക് നേരെ അസഭ്യവർഷം പറയുന്ന രീതിയിലേക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു സുരക്ഷയുടെ വലിയ രീതിയിൽ ഒരു ടൈറ്റ് സെക്യൂരിറ്റി ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് ഇല്ല എന്നതിന്റെ ഒരു ദൃശ്യമാണ് ആർക്കും കയറി അവിടെ ഒരു ആക്രമണം നടത്താം അല്ലെങ്കിൽ അവിടെ കച്ചവടം നടത്തുന്നവരെയോ ഭക്തജനങ്ങളെയോ ആക്രമണം നടത്താം എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്.